ചൈൽഡ് കെയറിൽ 16 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ. ജീവനിയുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ രശ്മി പ്രമോദ്. ഡോക്ടർ ഹായ്, നമസ്കാരം. നമസ്കാരം. 22 വർഷം മുൻപ് കാഴ്ച നഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഡൗൺ ആവാതെ അതൊക്കെ ഓവർകം ചെയ്ത് ഫേസ് ചെയ്ത് അങ്ങനെ ചാലഞ്ചൊക്കെ ഫേസ് ചെയ്ത് എങ്ങനെ അത് ഓവർകം ചെയ്ത് ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ വന്ന് നിൽക്കുന്നത്? 2004 എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ നടുവിൽ പെട്ടെന്ന് ഷോക്കിംഗ് ആണല്ലോ കാഴ്ചയൊക്കെ പോവാന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും ഫ്യൂച്ചർ എന്നതായിരുന്നു വലിയൊരു ചോദ്യചിഹ്നം. ഞാൻ പഠിച്ച ശാസ്ത്രം വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് ഹോണ്ടിങ് ക്വസ്റ്റ്യൻസ് ബാക്ക് ടു ബാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എൻ്റെ പേരൻസിൻ്റെയും ഫാമിലിയുടെയും ഹസ്ബൻഡിൻ്റെയും എല്ലാം തന്നെ പ്രാർത്ഥന കൊണ്ട് കൃത്യമായ റീഹാബിലിറ്റേഷനും ഗൈഡൻസും എല്ലാം കൊണ്ട് കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാൻ പറ്റി. ഇവിടെ എനിക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ഒരു വിഷ്വലി ചാലൻഡ് ഗ്രൂപ്പിൻ്റെ ഒരു മെയിലിംഗ് ഫോറം ഉണ്ട്. അന്ന് ഇത്ര വാട്സാപ്പും ഇതൊന്നും അത്ര പോപ്പുലർ അല്ലെങ്കിൽ ഇല്ല, വാട്സാപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ ആക്സസ് ഇന്ത്യ ഫോറം എന്ന് പറഞ്ഞ ഒരു മെയിലിംഗ് ഗ്രൂപ്പിലൂടെ ലോകത്തെമ്പാടുള്ള ഒരുപാട് വിഷ്വലി ചാലൻഡ് പ്രൊഫഷണലി എക്സൽഡ് വിവിധ മേഖലകളിൽ അവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പോൾ US എൻഡോസ്കോപ്പി പോലും ചെയ്യുന്ന ഒരു ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ, പിന്നെ നാസയിലാണെങ്കിലും ഇപ്പോൾ റോക്കറ്റ് ലോഞ്ചിങ് ചെയ്യാൻ വേണ്ടി അസംബ്ലി ചെയ്യുന്ന ആ ഒരു ടീമിൽ ഒരുപാട് വിഷ്വലി ചാലൻഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കാഴ്ച നിർബന്ധമായും വേണം എന്ന് വിചാരിക്കുന്ന ഏരിയയിൽ പോലും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യണ ഒരുപാട് പേരെ പരിചയപ്പെടുകയൊക്കെ ചെയ്തത് വളരെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു, മോട്ടിവേഷനായിരുന്നു. ആ ഒരു മോട്ടിവേഷനാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് ജീവിതത്തിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ചെയ്യാൻ പറ്റും, ചെയ്യണം എന്നുള്ള പ്രാർത്ഥനയും ഉറച്ച വിശ്വാസവുമാണ് മുന്നോട്ടിങ്ങോട്ടേക്ക് ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരുപാട് പേർക്ക് ഈ പറയുന്ന ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പം എൻ്റെ മുമ്പ് നിൽക്കുന്നത് വെറും ഒരാളല്ല, ജീവനീയത്തിൻ്റെ ഫൗണ്ടറാണ്. അപ്പം എങ്ങനെയാണ് ജീവനീയം പോലുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വരികയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തതപ്പോൾ? ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കാഴ്ച പോകുന്ന അവസ്ഥയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോഴും എൻ്റെ വലിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് തന്നെ എനിക്ക് കാഴ്ച തിരിച്ച് കിട്ടിയില്ലെങ്കിലും ഞാൻ പഠിച്ച ശാസ്ത്രത്തിലൂടെ എസ്പെഷ്യലി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റണം. അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം കുറച്ച് സോഷ്യൽ വർക്ക്സൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായത് ഒരു ഫിസിക്കൽ ഇമ്പയർമെൻ്റ് ഉള്ള വ്യക്തികളെക്കാളും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു മാനസിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തികളെയും അവരെ ടേക്ക് കെയർ ചെയ്യുന്ന കെയർ ഗീവേഴ്സ് ആൻഡ് പാരൻസിനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും അതിൽ ആയുർവേദത്തിൻ്റെ റോൾ എന്താണ്, അതിൽ എന്തൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് റോള്, തെറാപ്പീസ്, ഇതെല്ലാം പല വ്യക്തികളിൽ നിന്ന് പഠിക്കുകയും എൻ്റെ ഗുരുക്കന്മാരുടെ എല്ലാം അനുഗ്രഹവും ഗൈഡൻസും എല്ലാമാണ് ജീവനീയം എന്ന ഒരാശയത്തിലേക്ക് എത്തിയത്. ഓക്കെ, ഇനി ജീവനീയത്തിലേക്ക് വന്നു കഴിഞ്ഞാലേ ജീവനീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ജീവനീയത്തെ ബ്രീഫ് ചെയ്യുന്നത്? മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ജീവനീയം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്നാണ് പറയാം മാം? ജീവനീയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം അല്ലേ, റീജുനേറ്റിംഗ് അല്ലെങ്കിൽ ലൈഫ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ തന്നെ വരുന്നത്. അപ്പം ബ്ലെൻഡിങ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് വിസ്ഡം, ആയുർവേദവും അതേപോലെ മോഡേൺ മെഡിക്കൽ പ്രാക്ടീസ്, ഇൻ്റഗ്രേറ്റഡ് തെറാപ്പീസ്, റിസർച്ച് വർക്ക്സ്, ഒപ്പം നമ്മൾ ഇൻക്ലൂസീവ് എക്കോസിസ്റ്റം, അതാണ് ഒരു നമ്മൾ അങ്ങോട്ടേക്ക് എല്ലാവരും പരിശ്രമിക്കുന്നത്. എല്ലാവർക്കും തുല്യത അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങൾ എല്ലാ വേദിയിലും ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഇതിലെ ഈ മേഖലകളിലൊക്കെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പുതിയ പുതിയ റിസർച്ചസ്, അപ്പോൾ ഇതെല്ലാമാണ് ജീവനീയം എന്ന് പറയുന്നത്. ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ജീവനീയം ഇസ് സംതിങ് വിച്ച് ഗിവ്സ് ലൈഫ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് മൾട്ടിപ്ലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഹോൾഡിംഗ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയുർവേദ വിച്ച് മീറ്റ്സ് മോഡേൺ ടെക്നോളജി, രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട്. ഓക്കെ, എങ്ങനെയാണ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്നാണ് മാം പറയുക, മാം വിശ്വസിക്കുന്നത്? ഇവിടെ നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ഓട്ടിസം പോലെയുള്ള ഏരിയകൾ, ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഏരിയ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളിവിടെ തെറാപ്പീസിൽ ഉപരിയായിട്ട് നമ്മൾ അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ ആയുർവേദ ശാസ്ത്രത്തിലൂടെ അഡ്രസ്സ് ചെയ്യുന്നു. ഇപ്പോൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, ഏറ്റവും കൂടുതൽ പാരൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതാണ്. കുട്ടിയുടെ ദഹനക്കേട് അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, കോൺസ്റ്റിപ്പേഷൻ, ഉറക്കമില്ലായ്മ, ഇറിറ്റബിലിറ്റി. അപ്പം ഈ പറയുന്ന പെത്തോളജി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ ഓരോ സ്റ്റേജസിൽ കറക്റ്റ് ചെയ്യുക. എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഓട്ടിസം മാനേജ്മെൻറ്റിൽ നമ്മുടെ ഒരു
ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് തന്നെ ആദ്യം ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് കറക്റ്റ് ചെയ്യുക, പിന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള എൻഡോജീനസ് ആൻഡ് എക്സോജീനസ് ടോക്സിൻസ് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹയർ മെൻ്റൽ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുർവേദ ഫോർമുലേഷൻസും തെറാപ്പികളും അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളെ ചികിത്സിക്കുകയും തെറാപ്പിയും എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്നതിലുപരിയായിട്ട് ഇപ്പോൾ ഇവർ മുഖ്യധാരയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും പാരൻസ് സ്ട്രോങ് ആയിരിക്കണം അല്ലേ. അപ്പം ഫാമിലി സപ്പോർട്ടീവ് പ്രോഗ്രാം നമ്മൾ വളരെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കുട്ടികൾ മുതിർന്നതാകുമ്പോഴും ഇവരുടെ ഒരു ഫ്യൂച്ചറിനെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും പാരൻസിൻ്റെ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഇൻഡിപെൻഡൻറ്റ് ലിവിങ് ട്രെയിനിങ്, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഓരോ ഓട്ടിസ്റ്റിക് കുട്ടി അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടിയുടെ പാരൻസിനെ ഒരു ഡയഗ്നോസിസ് തൊട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു ഹോണ്ടിങ് ക്വസ്റ്റ്യൻ ആയിരിക്കും, എൻ്റെ കാലശേഷം കുട്ടിയുടെ ആര് നോക്കും അല്ലേ. അപ്പം ഇതിനെല്ലാം എങ്ങനെ ഒരു ശാസ്ത്രീയമായ ഉത്തരം കണ്ടെത്തുക എന്ന ഒരു പരിശ്രമമാണ് ജീവനീയം. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ എല്ലാവർക്കും ആ ഡൗട്ട് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അതായത് നമ്മളുടെ കുട്ടികൾ ഓട്ടിസ്റ്റിക് ആവാൻ അല്ലെങ്കിൽ ഇത്തരം ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവാൻ കാരണം ആ പ്രഗ്നൻസിയിൽ പാരൻസ് ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്സ് കൊണ്ടോ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ കൊണ്ടോ ആയിരിക്കുമോ എന്ന് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണോ പ്രഗ്നൻസിയിൽ സംഭവിച്ച എന്തെങ്കിലും സംഭവങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുമോ കുട്ടികളുടെ ബർത്തിൽ? തീർച്ചയായിട്ടും നമുക്കറിയാം ആൻറ്റിനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന അമ്മയ്ക്കുണ്ടാകുന്ന പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ്, ഇതേപോലെ അമ്മയുടെ മെൻ്റൽ സ്റ്റാറ്റസ്, ഇതെല്ലാം ഒരു കുട്ടിയുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇപ്പം ആയുർവേദ ശാസ്ത്രത്തിൽ ഇത് വളരെ നന്നായിട്ട് ചരകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ദൗഹൃദം എന്ന് പറയും. ഓക്കെ, അമ്മയുടെ മനസ്സെന്താണോ അതായിരിക്കും കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അമ്മ കഴിക്കുന്ന ആഹാരമായാലും അമ്മയുടെ മെൻ്റൽ സ്റ്റാറ്റസും എല്ലാം തന്നെ കുട്ടിയുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ആൻറ്റിനേറ്റൽ പീരീഡ് ഉപരിയായിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് വേണമെന്ന് ഒരു കപ്പിൾ പ്ലാൻ ചെയ്യുന്ന സമയം തൊട്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആയുർവേദത്തിൽ അനുശാസിക്കുന്ന ജീവിത രീതികളും അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ഫോളിക് ആസിഡ്, ഇപ്പം ന്യൂറൽ ട്യൂബ് ഡെവലപ്മെൻറ്റൊക്കെ ഇമ്പോർട്ടൻസ് ഫോളിക് ആസിഡിനുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പം പ്രഗ്നൻസിയുടെ മുമ്പ് തന്നെ ഫോളിക് ആസിഡൊക്കെ കഴിക്കുക, ഗൈനക്കോളജിസ്റ്റിൻ്റെ എന്താ പറയുക അഡ്വൈസസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഹെൽത്തി പ്രോജനി ഉണ്ടാവാൻ കൂടുതൽ ചാൻസസ് ആണ്. പിന്നെ ഇതെല്ലാം വളരെയേറെ ഇമ്പോർട്ടൻറ്റുമാണ് തീർച്ചയായിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാവർക്കും ഈ ആയുർവേദത്തെ പറ്റി പറയുമ്പോഴുള്ളൊരു മിസ്കൺസെപ്ഷൻ ആയിരിക്കും, അതായത് പ്രായമായവർ മാത്രം ആ ഭാഗത്തേക്ക് പോയാൽ മതി, പ്രായമായ കാറ്റഗറിക്കുള്ള മാത്രമാണ് ആയുർവേദം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ ആയുർവേദത്തിൽ ഇങ്ങനെ വ്യത്യാസമോ പ്രായഭേദമോ ഒക്കെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താ ഡോക്ടർ പറയുക? ശരിയാണ്. ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ആളുകളുടെ മനസ്സിൽ കയറി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പം ആളുകൾ എന്ത് ചെയ്യും, ഈ മരുന്നുകളൊക്കെ ഒരിക്കൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിയാലും അവർ ലൈഫ് ലോങ് കഴിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അപ്പോൾ അതാണ് ഈ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ അതൊരു സുഖചികിത്സയ്ക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ വെൽനസ് പ്രോഗ്രാംസ് മാത്രമാണ് ഇപ്പം നമ്മൾ കൂടുതലും കേട്ടുവരുന്നതാണ് അല്ലേ, മസാജസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ നിർഭാഗ്യകരമായ അവസ്ഥകളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ ഭാരതീയ ശാസ്ത്രം ഇപ്പം നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ഇപ്പം എന്താ പറയുക മോഡേൺ MBA മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണെങ്കിൽ പോലും നമ്മുടെ കൗട്ടില്യ അർത്ഥശാസ്ത്രത്തിലൊക്കെ പറയുന്ന ഫണ്ടമെൻ്റൽസ് ആണല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വേദത്തിൽ ഒന്നും തന്നെ പറയാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം. അപ്പോൾ ഒരു വേദിക് സയൻസാണ് ആയുർവേദം. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ താളത്തിനനുസരിച്ച് മുന്നോട്ട് എങ്ങനെ പോയാൽ എല്ലാ അവസ്ഥകളിലും, അത് ജന്മം മുതലായാലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൻറ്റിനേറ്റൽ പീരീഡ് തൊട്ടിങ്ങോട്ട് നമ്മുടെ ലാസ്റ്റ് ബ്രത്ത് വരെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതും എല്ലാം കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അതൊരിക്കലും ഒരു പ്രായമായുള്ളൊരവസ്ഥയിൽ വാദസംബന്ധമായ രോഗങ്ങൾക്കോ നടുവേദനയ്ക്കോ അല്ലെങ്കിൽ ഉഴിച്ചിലും പിഴിച്ചിലും മാത്രം ഒതുങ്ങുന്ന ഒരു ശാസ്ത്രമല്ല. ഓക്കെ, ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പലർക്കും ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ ഇവിടെ ആയുർവേദത്തിൽ ഒരു വലിയ സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയുണ്ടാവില്ല. എങ്ങനെ ഈ ഇതിൻ്റെ ഒരു ആയുർവേദ സ്കോപ്പ് എങ്ങനെയാണ്? ആയുർവേദത്തിൽ ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യും? ഓക്കെ, ഇപ്പോൾ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക വേദിക് പീരീഡിൽ വന്നിരിക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അന്ന കാലഘട്ടങ്ങളിലൊന്നും നമുക്ക് ഓട്ടിസം പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. ഇപ്പോൾ ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിലാണ് നമ്മുടെ നാട്ടിലും ഓട്ടിസമൊക്കെ ഇത്രയും കൂടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രത്തിൽ ഓട്ടിസം എന്നൊരു ക്ലാസിഫിക്കേഷനോ ഡയഗ്നോസിസ് അല്ല ഉള്ളത്. അപ്പോൾ നമ്മളിതിൽ ഓട്ടിസത്തിൽ മോഡേൺ മെഡിക്കൽ പ്രാക്ടീസ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ പറയുന്ന സിംറ്റംസിലെല്ലാം കോറിലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ജീവനീയത്തിൽ ഓട്ടിസത്തെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 അവസ്ഥകൾ
ഒരു കോമ്പിനേഷനിലായിരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുമ്പം ഇപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അപ്പോൾ അതിൽ അഥവാ നമ്മൾ അജീർണം, അഗ്നിമാന്ദ്യം എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ ഗട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഡൈജസ്റ്റീവ് കംപ്ലയിൻസ് ഉണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇറിറ്റബിൾ ബവൽസ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവുമല്ലോ ആയുർവേദത്തിൽ, അതായിരിക്കും നമ്മൾ ആദ്യം ഓട്ടിസം ആണെങ്കിലും ഫോളോ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് വേരിയസ് ടൈപ്സ് ഓഫ് ടോക്സിൻസ്. ഇപ്പോൾ ലെഡ്, അലൂമിനിയം, മെർക്കുറി പോലെയുള്ള ടോക്സിൻസിൻ്റെ അളവുകൾ കൂടുതലുണ്ടാകും. അപ്പം അവിടെ നമ്മൾ ആയുർവേദത്തിൽ ഗരവിഷ ചികിത്സ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം തന്നെയുണ്ട്, ടോക്സിക്കോളജി. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തായിരിക്കും നമ്മൾ ആ ഒരു ഏരിയ അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പോലെ തന്നെ ഓട്ടിസത്തിൻ്റെ ഹയർ മെൻ്റൽ ഫംഗ്ഷൻ, സ്പീച്ച് ആയാലും സെൻസറി ഇഷ്യൂസ് ആയാലും ഒരു 3rd ലെവലിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 3 സ്റ്റേജസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ജീവനത്തിൽ ഓട്ടിസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സയൻറ്റിഫിക്കലി ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമ്മളൊരു റിസർച്ച് ബേസ്ഡ് പ്രൂവൺ മെത്തഡോളജി, അഗസ്ത്യ പ്രോട്ടോക്കോൾ എന്ന് പറയും, അതിൻ്റെ ഒരു ബേസിസ് ആണ് മൊത്തത്തിൽ ജീവനത്തിൽ ഓട്ടിസം ആൻഡ് അതർ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് അഡ്രസ്സ് ചെയ്യുന്നത്. റിസർച്ച് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്താ ഈ ആയുർവേദത്തിൽ നടക്കുന്ന റിസർച്ച് എന്തൊക്കെയാ, എന്താ? ഇപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് റിസർച്ചുകൾ പല മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, ഞാൻ ഭാഗമായിട്ടുള്ള വലിയൊരു റിസർച്ച് ടീമിൻ്റെ ഒരു ഫലവും അതെന്താണെന്നുള്ളതാണ്. അത് അഗസ്ത്യ പ്രോട്ടോക്കോൾ എന്നാണ് അതിൻ്റെ പേര്. അത് മിനിസ്ട്രി ഓഫ് ആയുഷും കോട്ടക്കൽ ആയുർവേദ കോളേജും സംയുക്തമായി നടത്തിയ ഒരു റിസർച്ച് വർക്കാണ്. ഇഫക്റ്റ് ഓഫ് ആൻ ഇൻ്റഗ്രേറ്റഡ് ആയുർവേദ മാനേജ്മെൻറ്റ് ഓൺ ഗട്ട് ഡിസ്ബയോസിസ് ഇൻ ഓട്ടിസം. ഓക്കെ, ഗിവിംഗ് പ്രിഫറൻസ് ടു ബിഫിഡോബാക്ടീരിയ. ഇതാണ് അഗസ്ത്യ വർക്ക് എന്ന് പറയുന്ന വലിയൊരു റിസർച്ച്. ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ശാസ്ത്രീയമായി ഒരുപാട് കുട്ടികളെയും പാരൻസിനെയും ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഓഫ് അഗസ്ത്യ പ്രോട്ടോക്കോളാണ്. ഓക്കെ, ഈ അഗസ്ത്യ പ്രോട്ടോക്കോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു സാധാരണക്കാരൻ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ബ്രീഫ് ചെയ്ത് കൊടുക്കുക? അഗസ്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, അഗസ്ത്യ മുനി കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ മുനിയുടെ പേര് തന്നെയാണ് നമ്മൾ ഈ റിസർച്ചിൽ ഇട്ടിരിക്കുന്നത്. ആൻഡ് where A stands for Ayurveda polyherbal formulation, G stands for gut therapy protocols, A is for Ayurveda sensory procedures, T for training for parents, and Y for yogic assistance. ഓക്കെ, നമ്മളിത് കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിയ റിസർച്ച് വർക്കാണ്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ട്രെയിനിങ് ഫോർ പാരൻസും യോജിക് അസിസ്റ്റൻസും ആ സമയത്ത് ഓൺലൈനിൽ വഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ആയുർവേദ സെൻസറി പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ലാതെ ആയുർവേദ ഈ അഗസ്ത്യ പ്രോട്ടോക്കോളിൽ ഇവിടെ ഒരു മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഒരു നസ്യം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നസ്യം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സൈനസൈറ്റിസിനുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് പൊതുവെ അറിയുന്നത് അല്ലേ. മൈഗ്രെയിൻ, സൈനസൈറ്റിസിനൊക്കെ നമ്മൾ നസ്യം ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്കതൊരു ഓൾഫാക്ടറി ഇൻ്റഗ്രേഷനാണ്. കുട്ടികൾക്ക് ഈ ചില കുട്ടികളുണ്ടാവും, നമ്മൾ പറയുന്നുണ്ടാവും എല്ലാ സാധനങ്ങളും മണത്ത് നോക്കുന്നല്ലേ, അല്ലെങ്കിൽ മണം തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഒരു ഓൾഫാക്ടറി സ്റ്റിമുലേഷനായിട്ട് ആക്ട് ചെയ്യണ ഒരു നല്ലൊരു സെൻസറി ഡയറ്റാണ് നസ്യം. ഓക്കെ, ഇതേപോലെ ടാക്ടൈൽ പ്രോബ്ലംസ്, ചില കുട്ടികൾ തൊടാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് എല്ലാ ഡ്രസ്സസ് ഇടാൻ പറ്റുന്നില്ല, കുളിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് ഈ ടാക്ടൈൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് ഉദ്വർത്തനം പോലെയുള്ള ചികിത്സകൾ വളരെ ഫലപ്രദമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും നമ്മൾ ഇതിൻ്റെ ബേസിസിൽ കുട്ടികളുടെ സെൻസറി പ്രൊഫൈലിങ്ങും എല്ലാം ചെയ്ത് അതനുസരിച്ചായിരിക്കും ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയുർവേദ പോളിഹെർബ്സ്, ഇപ്പോൾ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ആണോ, ഡയറി ആണോ, ഇറിറ്റബിൾ ബവൽസ്, ഇതെല്ലാം മനസ്സിലാക്കി അതിനുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ നസ്യം ചെയ്യുമോ? ചെറിയ പ്രായത്തിലുള്ള അതിൽ നസ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു അതിൽ നസ്യത്തിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ചെറിയ ഡോസിൽ നമ്മളിതിലേക്ക് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ചെറുങ്ങനെ നമ്മൾ നസ്യം മരുന്ന്, ഇപ്പം എന്താണോ അത് മരുന്ന് എന്ന് വെച്ചാൽ അത് ചെറുങ്ങനെ മണപ്പിച്ച് നോക്കുക മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ കിടത്തി സ്റ്റീമൊക്കെ കൊടുത്ത് മൂക്കിലുറ്റിക്കുന്ന ഒരു പ്രക്രിയയല്ല. ഇപ്പോൾ അഗസ്ത്യയുടെ കമ്പോണൻസിനെ പറ്റി പറഞ്ഞല്ലോ. ഈ അഗസ്ത്യയുടെ റിസർച്ച് സ്റ്റഡി ഒന്ന് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യം കൂടെ ഒന്ന് ബ്രീഫ് ചെയ്യുമോ? ഓക്കെ, നമ്മളിതൊരു RCT ആയിരുന്നു. അപ്പം ഇവിടെ ടെസ്റ്റ് ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റഡി നടത്തിയിരുന്നത് ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ആയുർവേദ പോളിഹെർബ്സ്, ഈ നേരത്തെ പറഞ്ഞ ആയുർവേദ സെൻസറി ഡയറ്റ്സ്, അതിനോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് തെറാപ്പീസും നൽകി. ഓക്കെ, കൺട്രോൾ ഗ്രൂപ്പിലാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് തെറാപ്പികൾ മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ സ്റ്റഡി എന്തായിരുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ആയുർവേദ മരുന്നുകളും ചികിത്സയും ആയുർവേദ വേ ഓഫ് ലൈഫും തെറാപ്പികളും എല്ലാം കൊടുക്കുന്നത് കൊണ്ട് എത്രത്തോളം ഈ ബിഫിഡോബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഓട്ടിസത്തിൽ വളരെയേറെ പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ പ്രിവലൻ്റ് ആയിട്ടുള്ളൊരു ബാക്ടീരിയ ആണ്. അപ്പോൾ ഈ ബിഫിഡോബാക്ടീരിയയുടെ ഒരു എബണ്ടൻസ് ആണ്
സ്റ്റഡി ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റഡിയിൽ നമ്മൾ 16SRRന് ജീൻ സീക്വൻസിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ ഈ സ്റ്റഡിയുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നതും ഇപ്പം ഈ ടെസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ 3 മന്ത്സിലേക്ക് 6 മന്ത്സിലേക്ക് മെഡിസിൻസും ഇതും എല്ലാം കൊടുത്തിട്ട് ഫോളോ അപ്പ് പീരീഡിൻ്റെ സമയത്ത്, അതായത് മരുന്നുകളൊക്കെ ചികിത്സയിൽ നിർത്തി തെറാപ്പികൾ മാത്രം വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന എന്താ പറയുക സിംറ്റംസൊക്കെ കാസ് സ്കോർ എല്ലാം നമ്മൾ എടുത്തിട്ടുള്ളതാണ്. എല്ലാ സ്റ്റാൻഡേർഡ് സ്കോഴ്സും എല്ലാം എടുത്തിട്ടാണ് സ്റ്റഡി ഉണ്ടായിരിക്കുന്നത്. ഫോളോ പീരീഡിലും ഗ്രാഫ് ഒപ്റ്റിമം ലെവൽ തന്നെയായിരുന്നു. ഓക്കെ, അതായത് ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് ഓഫ് ദ ഗട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റഡിയുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഒരു ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഗുഡ് ബാക്ടീരിയ ആൻഡ് ബാഡ് ബാക്ടീരിയ. അപ്പം അത് ഈ സ്റ്റഡിയുടെ ഒരു എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ കോമ്പോണൻസ് വിത്ത് ആയുർവേദ വേ ഓഫ് ലൈഫ് വിത്ത് ഇൻ്റഗ്രേറ്റഡ് തെറാപ്പീസ് കൊടുത്തപ്പം ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് ഓഫ് ദി ഗട്ട് ഉണ്ടായിരുന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഈ ഗട്ടിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം ഗട്ട് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളിപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഡോക്ടേഴ്സ്. നമുക്കറിയാം ഈ ഗട്ട് ഹെൽത്ത് എങ്ങനെയാണ് കുട്ടികളുടെ അറ്റൻഷനെയും ഈ പറയുന്ന ബിഹേവിയറിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡയറക്ട്ലി? ഗട്ട് ഇന്നിപ്പം നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ ആരാണോ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളത് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ നല്ല ഗട്ട് മൈക്രോബയോംസ് ഉള്ളത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യം. ഓക്കെ, സ്റ്റഡീസ് എല്ലാം നടക്കുന്നതും ഈ പറയുന്ന ഗട്ട് ആൻഡ് ബ്രെയിൻ റിലേഷൻസ്, അതേപോലെ ഇപ്പോൾ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിൽ മാത്രമല്ല ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിലാണെങ്കിലും സൈക്കാട്രിക് ഡിസോർഡേഴ്സിലാണെങ്കിലും എല്ലാം എങ്ങനെയാണ് ഒരു ഹെൽത്തി ഗട്ട് ഒരു ഹെൽത്തി ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് സ്റ്റഡീസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയേറെ നമ്മളൊരു ഹെൽത്തി ഗട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല മെൻ്റൽ ഹെൽത്തിനെയും കൂടിയിട്ട്. ഇപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളുടെ കാര്യത്തിൽ അപ്പോൾ ഈ ഗട്ട് ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്? ഇപ്പോൾ നിങ്ങളിപ്പോൾ ജീവനീയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ നിങ്ങളുടെ ക്ലയൻസിനും കസ്റ്റമേഴ്സിനൊക്കെ അത് കൊടുക്കാറ്? ഓക്കെ, ഇപ്പോൾ നമ്മൾ പാരൻസിനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഇപ്പം നമുക്ക് ഓട്ടിസം പോലെയുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിൽ ഗട്ടിന് എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമുക്കറിയാം നമ്മുടെ ഗട്ടും ബ്രെയിനും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഗട്ടും ബ്രെയിനും തമ്മിൽ നടക്കുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബൈ സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ ഈ ഓട്ടിസം കുട്ടികളിൽ ഗട്ടിന് ഇത്രയും പ്രാധാന്യം പറയാൻ കാരണം ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾട്ടേർഡ് ഗട്ട് മൈക്രോബയോട്ട അല്ലെങ്കിൽ ഡിസ്ബയോസിസ് എന്ന് പറയുന്ന അവസ്ഥ ഓട്ടിസം പോലെയുള്ള അവസ്ഥയുള്ള കുട്ടികളിൽ കൂടുതലാണ് കമ്പയർഡ് ടു ടിപ്പിക്കൽ കുട്ടികൾ. അതേപോലെ തന്നെ ഇവർക്ക് പലപ്പോഴും ലീക്കി ഗട്ട് സിൻഡ്രോം, ഇങ്ങനെ പല ഇലിയോകൊളൈറ്റിസ്, അതായത് വയറിലുണ്ടാകുന്ന നീരുവീഴ്ച, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പോൾ ഫോൾട്ടി സിഗ്നൽസ് ആയിരിക്കും ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്കും തിരിച്ച് ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്കും ഉണ്ടാവുന്നത്. ഇതെല്ലാം തന്നെ അവരുടെ ബിഹേവിയറിനെയും ഇമോഷൻസിനെയും മൂഡ്സിനെയും അറ്റൻഷനെയും എല്ലാം ബാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തെറാപ്പികളൊക്കെ കൊടുത്തിട്ടും കുട്ടികൾക്ക് ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മളൊരു അണ്ടർലൈൻഡ് പെത്തോളജി പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അവിടെയാണ് നമ്മൾ ജീവനത്തിൻ്റെ ഒരു വലിയൊരു റോള് വരുന്നത്. മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ജീവനം വ്യത്യസ്തമാകുന്നതും ഈ ഗട്ട് ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ അവിടെ നമ്മൾ GI സിവിയറിറ്റി ഇൻഡെക്സ് എടുക്കും, ഗട്ട് പ്രൊഫൈലിംഗ് ചെയ്യും. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രോപ്പർ ഗട്ട് ഹെൽത്ത് ഉണ്ടാവാൻ അവിടെ നമുക്ക് ആയുർവേദ ചികിത്സ മാത്രമല്ല തെറാപ്പിയും വേണം. അതാണല്ലോ അഗസ്ത്യ റിസർച്ച് തന്നെ. അപ്പോൾ ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പ്രോപ്പറായി കൊടുക്കുമ്പോൾ നല്ലൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് ഓരോ കുട്ടിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഡയറ്റ് അപ്പോൾ കൊടുക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് ഡയറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പൊതുവേ നമുക്ക് അറിയാം വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ഡയറ്റ് എന്ന് പറയുന്ന ഗ്ലൂട്ടൻ ഫ്രീ കെസിൻ ഫ്രീ ഡയറ്റാണ് അല്ലേ. ഗോതമ്പ് ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറയും. നമ്മളിവിടെ ഒരു ഡീറ്റെയിൽഡ് ഡയറ്റ് ഹിസ്റ്ററി എടുക്കും, അതേപോലെ തന്നെ ഡയറ്റ് ചാർട്ടും കൊടുക്കും. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഒഴിവാക്കാൻ പറയുന്ന ഗ്ലൂട്ടൻ കെസിൻ ഫ്രീ ഡയറ്റിനോട് പ്രോഡക്ട്സിനോട് കൂടാതെ തന്നെ എരിവും പുളിയും കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാൻ പറയും. ഇപ്പോൾ എരിവ് എന്ന് പറയുമ്പോൾ അവിടെ കുരുമുളക് അതേപോലെ തന്നെ ഗരം മസാലയൊക്കെ വീട്ടിൽ പൊടിച്ചതൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷേ പച്ചമുളകും ചുവന്ന മുളകും മുളക് പൊടി, ഇപ്പോൾ പാരൻസ് ചോദിക്കും പച്ചമുളക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഡോക്ടറെ നമുക്ക് മുളക് പൊടി ചേർത്തുകൂടെ എന്നായിട്ട്. അപ്പോൾ രണ്ടും പാടില്ല. അതേപോലെ പുളി പറയുമ്പോഴും വാളംപുളി ആയാലും കുടംപുളി ആയാലും ഇപ്പം പച്ചമാങ്ങ ഇതെല്ലാം കറിയിൽ ചേർക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പുളിയും ഇതൊക്കെ ഒഴിവാക്കാനായിട്ട്. പിന്നെ നമ്മുടെ മിക്ക ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഇഡ്ഡലി സാമ്പാർ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡും കൂടിയാണ്. അവിടെ സാമ്പാർ എന്ന് പറയുന്ന സാധനത്തിലും ഈ പറയുന്ന കായം, സാമ്പാർ പൊടി ഇതെല്ലാം ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഇപ്പോൾ പരിപ്പ് വേവിച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും തക്കാളി ഇടാം കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ടുള്ളൊരു നല്ല റെസിപ്പി പറഞ്ഞു കൊടുക്കും. പിന്നെ
നമുക്ക് ഫെർമെൻറ്റഡ് ഫുഡ് പ്രോഡക്ട്സ് എല്ലാം ഒഴിവാക്കണം. ഈസ്റ്റ് അടങ്ങിയ പദാർത്ഥങ്ങൾ, ബോട്ടിൽ ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ജങ്ക് ഫുഡ്, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞാലും നമ്മളിപ്പോൾ പാരൻസിന് നമുക്കറിയാം, കുട്ടികളും ചിലപ്പോൾ ഇതേ കഴിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കൊരു ഡയറ്റ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഡെയിലി നമ്മളിത് ഫോളോ അപ്പ് ചെയ്യും. ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന ദിവസങ്ങൾ കുട്ടിയുടെ ബിഹേവിയർ, സ്ലീപ്പ്, ഡെയിലി ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് അവരോട് നോട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഏത് കാര്യം അങ്ങനെയാണല്ലോ, ഇപ്പം നമ്മളിപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോയാലും 2-3 ദിവസം നമ്മൾ എക്സസൈസ് എടുക്കും, നമ്മൾ റിസൾട്ട് കാണാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗിവ് അപ്പ് ചെയ്യും അല്ലേ. അപ്പം ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സും ആകുമ്പം നമുക്കൊരു വലിയൊരു സപ്പോർട്ട് നമ്മൾ പാരൻസിന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യുമ്പോൾ കുട്ടിയിലുണ്ടാവുന്ന പോസിറ്റീവ് റിസൾട്ട് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുകയും അത് കാണുമ്പോൾ അവർക്കും ഇനിയിപ്പം ഷുഗർ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇത് കൊടുത്താൽ പ്രയാസമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവർ ആ ട്രാക്കിലേക്ക് വരും. അങ്ങനെ അവരെ ഒരു ട്രാക്കിലാക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് അത് കൊടുക്കും. ഇപ്പോൾ ഈ ഓട്ടിസ്റ്റിക് കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, ഷുഗറൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഈ ഷുഗർ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്താൽ അവർക്ക് ഈ പറയുന്ന ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാണോ? തീർച്ചയായിട്ടും പാരൻസ് തന്നെ പറയാറുള്ളതാണ്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ചിട്ട് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് പോയപ്പോൾ അടുത്ത ഫ്ലാറ്റിലെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോയി കേക്ക് കഴിച്ചു, അല്ലെങ്കിൽ ഐസ്ക്രീം പുറത്ത് പോയപ്പോൾ ടൂർ പോയപ്പോൾ ഐസ്ക്രീം കഴിച്ചു, പിന്നീട് ഹൈപ്പർ ആക്ടിവിറ്റി കൂടി, അല്ലെങ്കിൽ ഉറക്കം പ്രയാസമായി, വളരെ റെസ്റ്റ്ലെസ് ആണ്, സെൻസറി ഇഷ്യൂസ് കൂടി എന്നൊക്കെ പാരൻസ് തന്നെ പൊതുവേ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഷുഗർ കഴിക്കുമ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി എല്ലാം കൂടുന്നതെന്നാണ്. തീർച്ചയായും അവിടെ ഒരു 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഷുഗർ അടങ്ങിയ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടും അല്ലേ. അവിടെ ഒരു പെട്ടെന്നുള്ളൊരു സ്പൈക്കും ഉണ്ടാവുന്നുണ്ട്, ഡിക്ലൈനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഒരു ബേസ്റ്റ് ഓഫ് എനർജി ഉണ്ടാകും. അപ്പോൾ ഇറിറ്റബിലിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് കുട്ടികൾ എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം നടക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷുഗർ കണ്ടൻറ്റ് ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ അത് ഡോപ്പമിൻ്റെ റിലീസ് കൂടുതലായിട്ട് ട്രിഗർ ചെയ്യും. ഇപ്പോൾ ഡോപ്പമിൻ ഒരു ഹാപ്പി ഹോർമോണൊക്കെ ആണെങ്കിലും അത് പറയുമ്പോൾ ഷുഗർ ഫുഡും ഇതൊക്കെ കൂടുതൽ ട്രിഗറായിട്ട് റിലീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടെമ്പററി എക്സൈറ്റ്മെൻറ്റും ഇറിറ്റബിലിറ്റിയും, അതേപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക സ്റ്റിമുലേഷൻ സീക്ക് ചെയ്യാനുള്ള ഒരു ടെമ്പററി ടെൻഡൻസീസും കൂടുതലാണ്. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്, ഈ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നടക്കുന്ന, ശരീരത്തിൽ നടക്കുന്ന ഒരു ഫിനോമിന. പിന്നെ മൂന്നാമത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷുഗർ, പഞ്ചസാര അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ബാക്ടീരിയ കൂടുതലായിട്ട് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുകയും അത് ഒരു ഓൾട്ടേഡ് ഗട്ട് മൈക്രോബയോംസിനെ ക്രിയേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾട്ടി സിഗ്നൽസ് ടു ആൻഡ് ഫ്രോ ഉണ്ടാവുകയും അത് ബിഹേവിയർ ആൻഡ് ഇമോഷൻസിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ആണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ പഞ്ചസാര അധികമായി കഴിക്കുമ്പോൾ ഈ പറയുന്ന ADHD ഓട്ടിസം പോലെയുള്ള അവസ്ഥയുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ ബിഹേവിയർ ചേഞ്ചസ് കാണാനുള്ള കാരണങ്ങൾ ഇതാണ്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ സോ കോൾ ടിപ്പിക്കൽ കുട്ടികൾക്കാണെങ്കിലും വളരുന്ന പ്രായത്തിൽ നമ്മൾ ഈ പറയുന്ന വൈറ്റ് ഷുഗറും പ്രോസസ് ഷുഗറും അധികം കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഒരു പരിധിവരെ നല്ലത്. അവരുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ബിഹേവിയേഴ്സ്, ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിപ്പം ഈ സ്പീച്ച് തെറാപ്പി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്, ഒക്യുപേഷണൽ ബിഹേവിയറൽ തെറാപ്പി കൊടുക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൂടെ എടുക്കുന്നത്, ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ കൂടെ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ റിസർച്ച്, അഗസ്ത്യ പ്രോട്ടോക്കോൾ തന്നെ. ഓക്കെ, അപ്പം അണ്ടർലൈൻഡ് റൂട്ട് കോസ്, ഇപ്പം റൂട്ട് കോസ് ഓഫ് എനി ഡിസീസ് ഓർ കണ്ടീഷൻ, ഇപ്പം ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ അസുഖങ്ങളുടെയും ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഇൻഡൈജഷനാണ്, അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് അൺഡൈജസ്റ്റഡ് ഓർ വേസ്റ്റ് പ്രോഡക്ട്സ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഓട്ടിസത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ലെവലിൽ, ഇപ്പോൾ സെല്ലർ ലെവലിലാണെങ്കിൽ ഇപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു, ഇപ്പോൾ ഗട്ട് ഫംഗ്ഷനെ ബാധിക്കുന്ന ഓൾട്ടേഡ് ഗട്ട് മൈക്രോബയോംസ്, ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പം അവിടെ നമ്മൾ ഈ അണ്ടർലൈൻഡ് പത്തോളജി അഡ്രസ്സ് ചെയ്തിട്ട് തെറാപ്പി കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സും കൂടുതൽ ഡെവലപ്മെൻറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒരു ഏരിയയിൽ നിന്നല്ല നോക്കാനുള്ളത്, ഒരു കുട്ടിയുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. ആളുകൾക്ക് പണ്ട് നമ്മളെപ്പോഴും പറയാറില്ലേ, ആയുർവേദവും ഇതും ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടില്ല, അലോപ്പതിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടില്ല, ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് ഉള്ളൊരു
ഇത് നമ്മളുടെ മിത്ത് നമ്മളുടെ ഇതിൽ കിടപ്പില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആൾക്കാർ രണ്ടും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടുപോകാത്തത് അല്ലേ? ഇതിൽ കുറേ തെറ്റിദ്ധാരണകളുള്ളത് ഇപ്പോൾ ആയുർവേദ മരുന്നുകൾ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നത് കൊണ്ട് കുറേ പഥ്യങ്ങളുണ്ട്. മരുന്നിനാണ് പഥ്യം എന്നാണ് വിചാരിക്കേണ്ടത്. ആക്ച്വലി മരുന്നുകൾക്ക് കഴിക്കേണ്ടതിൽ ആ ഒരു അവസ്ഥയ്ക്കാണ് പഥ്യമുള്ളത്. ഓക്കെ, ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് തന്നെ പാരൻസിൻ്റെ അടുത്തായാലും ഇപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്നോ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ എടുക്കുന്നതോ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ഡയറ്റ്, ആഹാരം. അതായത് എല്ലാ പാരൻസിനോടും പറയാനുള്ളത് നമ്മൾ 6 കാര്യങ്ങളിൽ ഒരു കൃത്യമായ ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് സ്ലീപ്പ്, ടോയ്ലറ്റിംഗ്, ബവൽസ്, ഫുഡ്, ഡെയിലി ആക്ടിവിറ്റീസ്, കുട്ടിയുടെ പകലുള്ള എല്ലാ ആക്ടിവിറ്റീസും, സ്ലീപ്പ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോ സെല്ലുലാർ ഫങ്ഷനെ നിയന്ത്രിക്കുന്ന ബയോളജിക്കൽ ക്ലോക്ക്, അതുപോലെ തന്നെ ഈ എല്ലാ ബയോളജിക്കൽ ക്ലോക്കും റെഗുലേറ്റ് ചെയ്യുന്ന മാസ്റ്റർ ക്ലോക്ക് നമ്മുടെ സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസിലുള്ളത്. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരുന്നു, നമുക്കൊരു ബയോളജിക്കൽ റിതം ഉണ്ടാകുന്നു. അതാണ് നമ്മളൊരു അൾട്ടിമേറ്റ് ലോങ് ടേം ഗോൾ. ജീവിതത്തിലെ ഈ ഒരു പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എത്തിക്കാൻ സാധിക്കുന്നത് നമ്മളൊരു ബയോളജിക്കൽ റിതം അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രകൃതിയുടെ താളത്തിന്, സെക്കാഡിയൻ റിതത്തിനനുസരിച്ച് നമ്മുടെ ബയോളജിക്കൽ റിതം അറ്റൈൻ ചെയ്യുക. അതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും ഡേ ടൈം അലർട്ട്നെസ്സും രാത്രി ഉറക്കവും കൃത്യസമയത്ത് വിശപ്പും നമ്മളെങ്ങനെ പെരുമാറുന്നതും എല്ലാം നമ്മൾ പറയണ പോലെ ഒരു നോർമൽ ആണെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ബയോളജിക്കൽ റിതം കറക്റ്റ് ചെയ്യാനാണ് ഈ ഒരു രീതിയിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ.